അപ്പോൾ വേഡിൻ്റെ പ്രസൻറ്റ് ലൊക്കേഷൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് വേണ്ടി ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിയമപരമായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. എന്നെ പറയുന്നില്ല, നമ്മൾ ലൊക്കേഷൻസ് അതൊക്കെ എവിടെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. നമ്മൾ ഈ വിഷയത്തിൽ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നിലവിൽ ഹൈക്കോടതിയുടെ മുമ്പ് പെൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ആവശ്യമുള്ള നടപടി എടുക്കും. അത് വരുന്ന സമയം വരെ നമ്മൾ ഈ കേസിലെ അന്വേഷണത്തിലെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. കുറേ സാക്ഷികൾ കണ്ട് ചോദിക്കുക, മറ്റ് വിവരങ്ങൾ എടുക്കുക എന്നതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തു വരുന്നത്. അന്വേഷണം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അല്ല, അതിനെപ്പറ്റി നമുക്കൊന്നും സ്പെസിഫിക് ആയിട്ട് പറയാനില്ല. സാർ, ഇപ്പോൾ നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നത് വേടൻ അബ്സ്കോണ്ടിങ് ആണ് എന്നാണ്. നമുക്ക് അതൊന്നും പറയാനില്ല. വ്യവസായിക്ക് ഒരു ഹണി ട്രാപ്പ് കേസ്, അതിൽ ആ വ്യവസായിക്കെതിരെ അതിജീവിയായ സ്ത്രീ തന്നെ പരാതി നൽകിയിരുന്നല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏത് രീതിയിലാണ്? അപ്പോൾ അവർ ഉന്നയിച്ചിട്ടുള്ള അലിഗേഷൻ എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ചാട്ടുകൾ, മറ്റ് പല സന്ദർഭങ്ങളിൽ അവർ ഫേസ് ചെയ്ത ഒത്തിരി പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അവർ എന്താണ് ചാട്ടുകളുള്ളത് എന്ന വിഷയങ്ങൾ നമുക്ക് നോക്കേണ്ടത് ആവശ്യമുണ്ട്. സോ അതിനുവേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള ഇലക്ട്രോണിക് എവിഡൻസുകളെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആവശ്യമുള്ള നടപടികൾ എടുക്കാൻ സാധിക്കൂ.